മാധ്യമധർമ്മവും സംസ്കാരവും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത വാർത്തകളാണ് ഇന്നലെ ചാനലുകളിൽ നിറഞ്ഞുനിന്നത്. വാർത്തകൾക്ക് വിവാദമുഖം സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന മാധ്യമങ്ങൾ ഒരു മതപണ്ഡിതന്റെ പേരിൽ കള്ളവാർത്ത ചമച്ചായിരുന്നു ഇന്നലെ വിവാദത്തിന്റെ പുകമറ സൃഷ്ടിച്ചത്. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് കാന്തപുരം പറഞ്ഞു എന്നായിരുന്നു മുഴുവൻ ചാനലുകളിലെയും ബ്രേക്കിംഗ് ന്യൂസും ചർച്ചയും സംവാദങ്ങളും. എന്നാൽ കാന്തപുരം പറഞ്ഞതിന്റെ ശബ്ദരേഖ ഈ ചാനലുകളൊന്നും പുറത്തുവിട്ടതേയില്ല. പ്രസംഗത്തിന്റെ യഥാർത്ഥ വീഡിയോ പുറത്തുവിട്ടാൽ തങ്ങളുടെ വിവാദ വാർത്തകളും ചർച്ചകളും അസ്ഥാനത്താകും എന്ന ചിന്തയായിരിക്കണം ഇതിന് കാരണം. സ്ത്രീകളുടെ മഹത്വങ്ങളും അവർക്കുള്ള പ്രത്യേകതകളും എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്ന വാക്കിനെ നേരെ തിരിച്ചിട്ട് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാക്കി വിവാദങ്ങളും ചർച്ചയുമാക്കി ഇന്നലെ വാർത്തകൾ കൊഴുപ്പിച്ച ചാനലുകൾ. എന്നാൽ കള്ളവാർത്തകൾക്ക് അല്പായുസ് മാത്രമായിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഒരു കുഞ്ഞു പിറന്നാൽ വാത്സല്യത്തിന് വേണ്ടി പിതാവ് ഒന്ന് വാങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അവൻ തിരിച്ചു കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ വളർത്താനും ആ കുഞ്ഞിനെ വൃത്തിയായി കൊണ്ടു നടക്കാനും അവരെ ഉറക്കാനും അവർക്ക് പാല് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഇതിന്റെ ഒരു കഴിവ് സ്ത്രീകൾക്കുള്ളതുപോലെ പുരുഷന്മാർക്ക് ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ സമം പറയുന്നത്? പിന്നെ പ്രസവിക്കാൻ കഴിവില്ലാന്ന് ഏതായാലും ഉറപ്പല്ലേ, അവന് ഞാൻ പറയേണ്ടതില്ല. അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. പുരുഷന്മാർക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്നത് പറയേണ്ടതില്ല, അതിന് സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. ഉസ്താദിന്റെ വാക്കുകൾ ഒന്നുകൂടെ കേൾക്കാം. പ്രസവിക്കാൻ കഴിവില്ലാന്ന് ഏതായാലും ഉറപ്പല്ലേ, അവന് ഞാൻ പറയേണ്ടതില്ല. അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. മാധ്യമപ്രവർത്തകരുടെ തലതിരിഞ്ഞ ചെവിയിലൂടെ കേട്ടത് ഇങ്ങനെയല്ല. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് അവർ കേട്ടത്. ഇവിടെയാണ് മാധ്യമപ്രവർത്തകരുടെ നീച മനസ്സ് മറനീക്കി പുറത്തുവരുന്നത്. മാധ്യമങ്ങൾ വഞ്ചന നടത്തിയത് ഒരു പണ്ഡിതനോടോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടോ മാത്രമല്ല, മുഴുവൻ സമൂഹത്തെയാണ് കള്ളവാർത്ത നൽകി മാധ്യമങ്ങൾ വഞ്ചിച്ചിരിക്കുന്നത്. വ്യാജവാർത്ത നൽകി വിവാദങ്ങൾ സൃഷ്ടിച്ച മാധ്യമങ്ങൾ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കാന്തപുരം ഉസ്താദിന് സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയും രംഗത്തെത്തി.